ടൊവിനോ ചിത്രം അജയന്റെ രണ്ടാം മോഷണം ടെലഗ്രാമിലെത്തിയതിൽ കേസെടുത്ത് കൊച്ചി സൈബർ പോലീസ്. സംവിധായകൻ ജിതിൻലാൽ നൽകിയ പരാതിയിൽ കേസെടുത്തത് IT ആക്ട് പ്രകാരം. പരാതിക്കാരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അഞ്ജലി ശ്രീജിത രാജ് നൽകും വിശദാംശങ്ങൾ. അഞ്ജലി, ഏറെ പ്രതീക്ഷയോടെയാണോ ഓരോ ചിത്രവും തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്? പക്ഷേ ഇത്തരത്തിലുള്ള ടെലഗ്രാമിലടക്കം എത്തിച്ചതിലൂടെ ആ ഒരു സിനിമാ സംഘത്തിനുണ്ടാക്കുന്ന അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർക്കുണ്ടാക്കുന്ന ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ പുതിയ ചിത്രത്തിന്റെയും ടൊവിനോ ചിത്രത്തിന്റെയും അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെയും സംഭവത്തിൽ ഈ കേസ് എടുത്തിരിക്കുന്നു കൊച്ചി സൈബർ പോലീസ്. എന്തൊക്കെ നടപടികളാണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്? IT ആക്ട് പ്രകാരമാണ് ഇപ്പോൾ കൊച്ചി സൈബർ പോലീസ് ഈ പരാതിക്കാരൻ്റെ, അതായത് ഇന്നായിരുന്നു സംവിധായകൻ ജിതിൻലാൽ ഈ പോലീസിന് മുന്നിൽ പരാതി നൽകിയത്. അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തി. തുടർന്ന് IT ആക്ട് പ്രകാരം ഇപ്പോൾ സൈബർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഓണം റിലീസായിട്ടാണ് അജയൻ്റെ രണ്ടാം മോഷണം, അതായത് ARM തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. ഈ റിലീസ് ചെയ്ത് കുറച്ച് ദിവസത്തിനകം തന്നെയാണ് ഇത്തരത്തിൽ ഒരാൾ ട്രെയിനിൽ നിന്നും ഈ ടെലിഗ്രാമിൽ അജയൻ്റെ രണ്ടാം മോഷണം എന്ന ടൊവിനോ തോമസിൻ്റെ സിനിമ കാണുന്നത്. സംവിധായകൻ ജിതിൻലാൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. അദ്ദേഹത്തിൻ്റെ പരാതി കൊടുത്തതിന് ശേഷം അതിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് സൈബർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതായത് ഈ ട്രെയിനിൽ വെച്ച് ഒരാൾ ഇത്തരത്തിൽ ഈ വീഡിയോ കാണുന്നു, ടെലിഗ്രാമിലുള്ള സിനിമയുടെ ദൃശ്യങ്ങൾ കാണുന്നു. ഇത് സംവിധായകൻ പുറത്തുവിടുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണങ്ങളാണ് ഇനി കൂടുതൽ നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം അതായത് ഇത്തരത്തിൽ നിരവധി സിനിമകൾ ടെലിഗ്രാമിലൂടെ വരുന്ന പുതിയ സിനിമകൾ റിലീസായി ഉടൻ തന്നെ ടെലിഗ്രാമിൽ വരുന്നൊരു സ്ഥിരമായിട്ടുള്ള ഒരു വാർത്തകളൊക്കെ പ്രത്യക്ഷപ്പെടാം. പല സംവിധായകരും ഇത്തരത്തിൽ പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇതിലൊന്നും കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള ഇതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സംവിധായകനെ ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ട്, സംവിധായകന് മാത്രമല്ല അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനും വലിയ രീതിയിലുള്ള ഒരു നഷ്ടമാണ് സംഭവിക്കുക. ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഈ അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ സംവിധായകൻ. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ അന്വേഷണം എന്ന് പറയുന്നത്, അതായത് ഈ ടെലിഗ്രാം ഒരു തിയേറ്ററിൽ വെച്ചാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഏത് തിയേറ്ററിൽ നിന്നാണ് ഈ സിനിമ ചിത്രീകരിച്ചത്, ഇതിന് തിയേറ്റർ ഉടമകളുടെയോ മറ്റ് ജീവനക്കാരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളെല്ലാം പോലീസ് വരും ദിവസങ്ങളിൽ അന്വേഷിക്കും. ഇന്നായിരുന്നു ജിതിൻലാൽ ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകുകയും അദ്ദേഹത്തിൻ്റെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. ശ്രുതി, ഓക്കെ, വ്യക്തമാണ്. അഞ്ജലി ശ്രീജിത രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.